സൂര്യവംശത്തിൻ്റെ വർണ്ണനയാണ്. ശര്യാദി എന്ന് പറഞ്ഞ രാജാവിന് സുന്ദരിയായിട്ടൊരു മകളുണ്ടായിരുന്നു. അവളുടെ പേര് സുകന്യ എന്നായിരുന്നു. അവളെയും കൊണ്ട് കാട്ടിൽ പോയപ്പോൾ ഒരു ചതൽപ്പുറ്റിൽ 2 തിളക്കമുള്ള ഓട്ട കണ്ടു. ഇവളൊരു കമ്പെടുത്ത് ഒറ്റ കുത്തി വെച്ച് കൊടുത്തു. അതിന് ചോര ചാടി. നോക്കുമ്പോൾ ഒരു മഹർഷിയുടെ കണ്ണായിരുന്നു. കണ്ണ് കുത്തി പൊട്ടിച്ചു. ചവനൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. പാപപരിഹാരത്തിന് വേണ്ടിയിട്ട് അവളെ, ഈ 16 വയസ്സുള്ള കുട്ടിയെ ഈ 80 വയസ്സുള്ള ആൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. അവൾ പക്ഷെ വളരെ തൃപ്തിയോട് കൂടിയിട്ട് ദേവനെ പോലെ തൻ്റെ ഭർത്താവിനെ ദേവതയായിട്ട് കണ്ടിട്ട് ശുശ്രൂഷിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ ഇദ്ദേഹത്തിന് എണീക്കാനും നടക്കാനും നിൽക്കാനും ഒന്നും വയ്യ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അശ്വിനി ദേവന്മാർ അവിടെ വരണതും. അദ്ദേഹത്തിനെ ചികിത്സിക്കും. ചികിത്സിച്ചതിന് ശേഷം കൈ പിടിച്ചിട്ട് നദിയിലിറങ്ങി മുങ്ങി നിവരുമ്പോൾ 3 പേരെയും കണ്ടാൽ ഒരേപോലെ ഇരിക്കും. പരീക്ഷിക്കും സുകന്യയുടെ പാതിവൃത്തി അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ സുകന്യ പരിഭ്രമിച്ചു പോവും. തൻ്റെ ഭർത്താവ് ഇതിൽ ഏതാണെന്നറിയില്ല. തെറ്റായി പറഞ്ഞാൽ കഴിഞ്ഞു. ദമയന്തിക്കും പണ്ട് ഇതേ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ദേവന്മാരൊക്കെ നടനെ പോലെ ഇരുന്നു അങ്ങോട്ട്. അപ്പോൾ സരസ്വതി ദേവിയാണ് ചെവിയിൽ പറഞ്ഞു കൊടുത്ത്. എന്താ പറഞ്ഞു കൊടുത്ത്? അതന്നെ എവിടെയും പറഞ്ഞു കൊടുത്ത്. ദേവന്മാർ കണ്ണ് ചിമ്മില്ല, മനുഷ്യന്മാരാണ് കണ്ണ് ചിമ്മ. കണ്ണ് ചിമ്മണം എന്തുകൊണ്ടാ വെച്ചാൽ ഓരോ കാര്യം മനസ്സിലാക്കുന്നത് നമ്മൾ ഓരോ ചെറിയ പാക്കറ്റായിട്ടാണ്. ഒരാശയം പറയുമ്പോൾ കുറച്ച് മനസ്സിലായാൽ ഉടനെ കണ്ണടയും. അടുത്തത് തുടങ്ങിയാൽ കുറച്ചുകൂടെ കണ്ണടയും. കൂടുതൽ തവണ കണ്ണടച്ച് തുറക്കണവർക്ക് ചെറിയ 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 പീസായിട്ടേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ സിനിമയിൽ എഡിറ്റ് ചെയ്യുമ്പോൾ നടൻ്റെ കണ്ണിൻ്റെ അടവിലാണ് കട്ട് ചെയ്യുക. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ സിനിമ ഭയങ്കര ഒഴുക്കുള്ള പോലെ തോന്നും. കഥയിൽ എവിടെയും തട്ടും തടവും തോന്നില്ല. ഒരു ടെക്നിക്കാണ് അത്. ഇൻ ദ ബ്ലിങ്ക് ഓഫ് എൻ ഐ എന്ന് പറഞ്ഞിട്ട് പുസ്തകം തന്നെയുണ്ട്. വാൾട്ടർ മർച്ചിൻ്റെ ഗോഡ് ഫാദറൊക്കെ എഡിറ്റ് ചെയ്ത് പ്രസിദ്ധമായിട്ടൊരു പുസ്തകമാണത്. ഇൻ ദ ബ്ലിങ്ക് ഓഫ് എൻ ഐ, കണ്ണിൻ്റെ ഒരു അടയലിൽ എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു ഇമവട്ടലിൽ. അതുകൊണ്ട് ഇമവട്ടലിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മുടെ ന്യൂറോൺസ് അങ്ങനെ പ്രവർത്തിക്കുന്നത്. ഓരോ ആശയം അങ്ങനെ ബ്രെയിനിലേക്ക് ആഗിരണം ചെയ്യുമ്പോൾ ടക്ക് അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത് ആ ഇമവട്ടൽ. അപ്പോൾ മനുഷ്യന് അങ്ങനെ പറ്റുള്ളൂ. ദേവൻ അനുസ്യൂതമായിട്ട് സ്വീകരിക്കാൻ പറ്റും ആശയങ്ങളെ. അത് സുകന്യക്ക് മനസ്സിലായി. സുകന്യ നോക്കിയപ്പോൾ നടുക്ക് നിൽക്കുന്ന ആൾ കണ്ണടക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു, ഇതാണ് എൻ്റെ ഭർത്താവ്. അത് ചവനനായിരുന്നു. അന്ന് ചവനൻ്റെ ശരീരം നന്നാക്കാൻ ദേവന്മാർ കൊടുത്ത മരുന്നാണ് ചവനപ്രാശം. അപ്പം ചവനപ്രാശത്തിൽ നെല്ലിക്കെടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അഗസ്ത്യരസായനായി. ബാക്കിയൊക്കെ ഒന്നാ. രസമല്ല, ഈ നെല്ലിക്ക ചേരുമ്പോൾ ശരീരപുഷ്ടി ഉണ്ടാവും, പക്ഷെ കഫം കൂട്ടും. ചവനപ്രാശം കഴിച്ചാൽ കഫം കൂടും. അഗസ്ത്യരസായനം കഴിച്ചാൽ കഫം കുറയും. കഫം കുറയണേ അഗസ്ത്യരസായനം കഴിച്ചാൽ മതി. വിജയേട്ടൻ ചിരിക്കണം. സ്വാമിജി ഉണ്ടായിരുന്നെങ്കിൽ അല്ലേ. ഋഗുണാനന്ദേരി സ്വാമി ഓർത്തു പോവാണ്. നാരായണ മഹാഗുരുനാഥൻ.